കൊട്ടാരക്കര പനവേലിയിൽ MC റോഡിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. നേരത്തെ പറഞ്ഞതാണ്, ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ടാങ്കറിലെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് അറിയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിൻ്റെ കാരണമെന്നാണ് പോലീസ് വിചാരിക്കുന്നത്. അരുൺ രാജ് കൊല്ലത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നു. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് കൊട്ടാരക്കര പനവേലി ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാറി ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ തിരുനെൽവേലിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. തമിഴ്നാട് തുറയൂർ സ്വദേശി പൈനീർ സെൽവത്തിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവറാണ്. ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ടാങ്കർ ലോറി ഇപ്പോഴും റോഡിന്റെ സൈഡിൽ തന്നെ കിടക്കുകയാണ്. ഈ ടാങ്കർ ലോറിയിൽ നിന്ന് ഇന്ധന ചോർച്ച നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, വിദഗ്ധ സംഘം അടക്കം ഇവിടേക്ക് എത്തി ഈ ഇന്ധനം മറ്റൊരു വാഹനത്തിലേക്ക്, മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുകയാണ് ഇനി ചെയ്യുക. അതിനുള്ള ശ്രമങ്ങൾ വരെ ഈ പനവേലി വഴിയുള്ള വാഹന ഗതാഗതം കൂടി ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. വൈദ്യുതി ഗതാഗതവും ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ ടാങ്കർ കൂടുതൽ ചൂടാകുന്നതോ ബൗണ്ട് ചെയ്യുന്നതോ ആയ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ടാങ്കർ ഇപ്പോൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ. ഓക്കെ, താങ്ക് യു അരുൺ രാജ്.